സ്വപ്ന സുരേഷിനെതിരായ വ്യാജ ബിരുദ കേസിൽ രണ്ടാം പ്രതി മാപ്പുസാക്ഷിയായി. വ്യാജരേഖ നിർമ്മിച്ച സച്ചിൻ ദാസാണ് മാപ്പുസാക്ഷിയായത്. മാപ്പുസാക്ഷിയാക്കണമെന്ന സച്ചിന്റെ അപേക്ഷ കോടതി അംഗീകരിച്ചു. തിരുവനന്തപുരം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നു. ടിൻഡു, എന്താണ് വിവരങ്ങൾ? വീണ, വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള സ്പേസ് പാർക്കിൽ ജോലി നേടി എന്ന കുറ്റത്തിനായിരുന്നു 1-ാം പ്രതി സ്വപ്ന സുരേഷ്, 2-ാം പ്രതി സച്ചിൻ ദാസ് എന്നിവരെ പ്രതി ചേർത്ത് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ 2009 കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിലാണ് ഇപ്പോൾ സച്ചിൻ ദാസിനെ മാപ്പുസാക്ഷിയാക്കിയിരിക്കുന്നത്. ഈ സച്ചിൻ ദാസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട തന്നെ മാപ്പുസാക്ഷിയാക്കണമെന്ന് കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ മാസം 16-ാം തീയതിയായിരുന്നു കേസ് പരിഗണിക്കാൻ. പക്ഷേ കേസിൽ ഇന്നൊരു തീരുമാനമുണ്ടായിരിക്കുകയാണ്. പഞ്ചാബ് സ്വദേശിയായിട്ടുള്ള സച്ചിൻ ദാസിനെ കേസിൽ മാപ്പുസാക്ഷിയായിക്കൊണ്ട് കോടതിയുടെ ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. സ്പേസ് പാർക്കിന് കീഴിൽ എം ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ എം ശിവശങ്കറിന്റെ സഹായത്തോടു കൂടി ജോലി നേടിക്കൊടുത്തിരുന്നു. 3.15 ലക്ഷം രൂപയായിരുന്നു മാസം ശമ്പള ഇനത്തിൽ സ്വപ്ന സുരേഷ് കൈപ്പറ്റിയിരുന്നത്. ഇതും വലിയ രീതിയിലുള്ള വിവാദവും വാർത്തയൊക്കെ ആയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഈ പണമൊക്കെ തിരികെ അടയ്ക്കണമെന്നൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയിരുന്നു. എന്തായാലും കേസിനെ പറ്റി കൂടുതൽ വിവരം സച്ചിൻ ദാസിന് അറിയാമെന്ന് കോടതിയിൽ നേരത്തെ തന്നെ മൊഴി നൽകിയിരുന്നു. ഇത് പോലീസിനെ വ്യക്തമാക്കിയിരുന്നു. പോലീസാണ് ഈ കാര്യങ്ങൾ കോടതിയെ അറിയിച്ച് സച്ചിൻ ദാസിനെ ഇപ്പോൾ മാപ്പുസാക്ഷിയാക്കിയിരിക്കുന്നത്. സച്ചിൻ ദാസ് ഈ കേസിൽ 2-ാം പ്രതിയായിരുന്നു. ബിരുദ സർട്ടിഫിക്കറ്റ് സ്വപ്ന സുരേഷ് നേടിയ ബിരുദ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് തെളിയിക്കുക. ഈ ബിരുദ സർട്ടിഫിക്കറ്റ് നേടാനായിട്ട് സച്ചിൻ ദാസ് ഇത് വ്യാജമായി നിർമ്മിച്ചു നൽകിയെന്നായിരുന്നു പരാതി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരാനുണ്ട്. ഇനി സച്ചിൻ ദാസിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത്. ഈ കേസിലാണ്, നിർണായകമായിട്ടുള്ള കേസിൽ സച്ചിൻ ദാസ് 2-ാം പ്രതിയായിട്ടുള്ള സച്ചിൻ ദാസ് മാപ്പുസാക്ഷി ആയിക്കൊണ്ട് കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്ന. അപ്പോൾ ഇതിന്റെ എങ്ങനെയാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത്, സ്വപ്ന സുരേഷിന് എങ്ങനെയാണ് സ്പേസ് പാർക്കിൽ ജോലി നേടിയത്, വ്യവസായ വകുപ്പിന് കീഴിൽ എങ്ങനെയാണ് ജോലി നേടിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനി അടുത്ത സിറ്റിംഗിൽ കൂടുതൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നേക്കും. വീണ, ഓക്കെ, ശരി ടിൻഡു.